സ്വീറ്റ് മാംഗോ പിക്കിൾ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിനായി 1/2 കിലോ മാങ്ങ കഴുകി വെള്ളം തുടച്ച് പീസാക്കി എടുത്തിരിക്കുന്നതാണ് ഇത്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നമുക്കൊന്ന് തിരുമ്മി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇനി ചീനിച്ചട്ടിക്കകത്തേക്ക് നമ്മൾ 3 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് ഏകദേശം പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം ഇട്ട് മൂപ്പിച്ചെടുക്കാം. മൂക്കട്ടെ. ഇപ്പോൾ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ദെൻ 1 സ്പൂൺ ഉലുവാപ്പൊടി, 1 സ്പൂൺ കായപ്പൊടി. ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. തീ കുറച്ച് വയ്ക്കാം. ആയിട്ടുണ്ട്. ഇനി ഒരു 2 സ്പൂൺ വിനാഗിരി ഒഴിക്കുക. നമുക്ക് മാങ്ങ ഇട്ടെടുക്കാം, യോജിപ്പിക്കാം. അതിന് മുമ്പ് അതിലേക്ക് 1 സ്പൂൺ സ്വീറ്റ് മാംഗോ പിക്കിളാണല്ലോ, അപ്പോൾ അതിലേക്ക് പഞ്ചസാരയും ഇത്തിരി ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമുക്ക് ഈ സമയത്ത് തീ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ മാങ്ങ വെന്ത് പോവും. ചെറു ചൂടോടുകൂടി ഇതിൽ യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ സ്വീറ്റ് മാംഗോ പിക്കിൾ റെഡി ആയിട്ടുണ്ടേ. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ. ഇത് നമുക്ക് ഫ്രിഡ്ജിൻ്റെ അകത്താണെങ്കിൽ 4 മാസം വരെ ഇരിക്കും. അതുപോലെ തന്നെ പുറത്താണെങ്കിൽ 2-3 ആഴ്ച കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.